സർ, അതുപോലെ തന്നെ കർക്കിടക ചികിത്സയിൽ ജലചികിത്സയ്ക്ക് എന്ത് പ്രാധാന്യമുള്ളത്? തീർച്ചയായിട്ടും. അതായത് കർക്കിടക മാസത്തിൽ ജലചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതായത് രോഗമുള്ള ഇപ്പം മുട്ടുവേദനയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗങ്ങളിൽ ജലധാര ചെയ്യുന്നത്, ചൂടുവെള്ളത്തിൽ മിതമായ അളവിൽ എപ്സം സാൾട്ട് ഇട്ട് ജലധാര ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നടുവേദനയുള്ള ആളുകളെ സംബന്ധിച്ചിടത്ത് നടുവേദനയുള്ള ഭാഗത്ത് ജലധാര ചെയ്യുന്നത്, എപ്സം സാൾട്ട് ഇട്ട് ചെറു ചൂടുവെള്ളത്തിൽ എപ്സം സാൾട്ട് ഇട്ട് ജലധാര ചെയ്യുന്നതും വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ചെറിയ ഇന്തുപ്പിട്ടിട്ട് ചെറു ചൂടുവെള്ളത്തിൽ അല്പം ഇന്തുപ്പിട്ട് കുളിക്കുന്നതും വളരെ നല്ലതാണ്. ഒരു ഉന്മേഷം ഉണ്ടാകാനും ശരീരത്തിലെ നീർക്കെട്ട് മാറിപ്പോകാനും ഇത് വളരെ സഹായകരമാണ് എന്ന് മനസ്സിലാക്കാം. ഇതുകൂടാതെ തന്നെ പ്രകൃതി ചികിത്സയിലെ വിവിധ ജല ചികിത്സകൾ കർക്കിടക മാസത്തിൽ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. പലപ്പോഴും പ്രകൃതി ചികിത്സയിൽ പച്ചവെള്ളമാണ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കർക്കിടക മാസമായി കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ചില ചികിത്സകൾ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നതാണ്. കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അതെ 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 അതെ. കർക്കിടക ചികിത്സയിൽ നമ്മൾ ഈ ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം വെക്കുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും. അതായത് ഒരു വിദഗ്ധനായൊരു പ്രകൃതി ചികിത്സകൻ്റെ നേതൃത്വത്തിൽ, അയാളുടെ ശിക്ഷണത്തിൽ ഉപവാസം, വിവിധതരം ഉപവാസം, അവരുടെ ആരോഗ്യസ്ഥിതിയും പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് വിവിധതരം ഉപവാസം ചെയ്യുന്നത് നല്ലതാണ്. അത് ദഹന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ വിഷാംശങ്ങൾ, ടോക്സിൻസ് റിമൂവ് ചെയ്യുവാനും വളരെ ഫലപ്രദമാണ് എന്ന് മനസ്സിലാക്കുക. ഒരാളുടെ കീഴിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും സ്വയമേ ചെയ്യാൻ പാടില്ല. അതെ അതെ അതെ. അതെ 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 തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പ്രകൃതി ഉപവാസം എന്ന് പറയുന്നത് ഒരാളുടെ ശിക്ഷണത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അല്ലാതെ സ്വന്തമായിട്ടോ, ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരാളുടെ ഗൈഡൻസ് അത് അത്യാവശ്യമാണ്. എപ്പോഴും അയാളെ വിളിച്ചാൽ കിട്ടണം, അയാളുമായി കോൺടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് മാത്രമേ ഉപവാസങ്ങൾ, വിവിധതരം ഉപവാസങ്ങൾ, അത് ജല ഉപവാസമാണെങ്കിൽ അങ്ങനെ, കരിക്കവെള്ളം കുടിച്ചുകൊണ്ടുള്ള ഉപവാസമാണെങ്കിൽ അങ്ങനെ, അതല്ല പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഉപവാസമാണെങ്കിൽ അങ്ങനെ, ഏത് തരത്തിലുള്ള ഉപവാസം എടുത്താലും അത് വിദഗ്ധനായ ഒരു നാച്ചുറോപ്പതി ഡോക്ടറിൻ്റെ കീഴിൽ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. വിവിധതരം ഹെൽത്ത് ഇഷ്യൂസ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതെ 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 തീർച്ചയായിട്ടും. അതുപോലെ കർക്കിടക ചികിത്സയിൽ വ്യായാമം അത്യാവശ്യമായ ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കർക്കിടക ചികിത്സയിൽ വിവിധതരം വ്യായാമങ്ങൾ നല്ലതാണ്. അതിൽ യോഗ ഒരു പ്രധാനപ്പെട്ട യോഗ മുറയാണ്, വ്യായാമ മുറയാണ്. അതല്ലെങ്കിൽ ജിമ്മ് പോലെയുള്ളത് ചെയ്യാം, നടത്തം, ഓട്ടം, ചാട്ടം പോലെയുള്ള വ്യായാമ മുറകളും ചെയ്യാം. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒന്ന് ആക്റ്റീവ് ആവാനും ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കൂടുതൽ കാര്യക്ഷമമാകാനും വളരെ നല്ലതാണ് എന്നതാണ്. അപ്പോൾ കർക്കിടകത്തിൽ വെറുതെ ഒഴിച്ചിലും പിഴിച്ചിലും മാത്രം ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കലല്ല, അത്യാവശ്യം രീതിയിലുള്ള നടത്തയും ചെറിയ ചെറിയ രീതിയിലുള്ള യോഗയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. നമുക്ക് സ്വയം വേണമെങ്കിലും ചെയ്യാം. ഈ നടത്തം, ഓട്ടം, ചാട്ടം പോലെയുള്ളതൊക്കെ നമുക്ക് സ്വയം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. യോഗ പോലെയുള്ളതാണെങ്കിൽ ഒരു ഗൈഡ് എപ്പോഴും ആവശ്യമാണ്. അതുപോലെ സർ, കർക്കിടക ചികിത്സയിൽ വിശ്രമത്തിന് വിശ്രമം ഒരുപാട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടോ? കർക്കിടക ചികിത്സ കഴിഞ്ഞാൽ നിർബന്ധമായി നമ്മൾ വിശ്രമിക്കൽ അത്യാവശ്യമാണ്. ഒന്ന് മെൻ്റലി, ഫിസിക്കലി നമ്മൾ വിശ്രമിക്കണം എന്നുള്ളതാണ്. കർക്കിടക ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ചികിത്സാ മുറകളിൽ ഒന്ന് മസാജാണ്, അഥവാ ഉഴിച്ചിലാണ്. ശരീരമാസകലമുള്ള ഉഴിച്ചിലാണ്. ഉഴിച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊന്ന് വിശ്രമിച്ച് കൊടുക്കൽ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ധാരയുണ്ട്. ധാരയിൽ എണ്ണയും ഉപയോഗിക്കാറുണ്ട്, നല്ലെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരയുമുണ്ട്. അതോടൊപ്പം തന്നെ ആയുർവേദത്തിലാണ് വിവിധതരം തൈലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ധാരയുണ്ട്. പിന്നെ നാച്ചുറോപ്പതിയിൽ ജലധാരയുണ്ട്. ജലധാര വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ മുറയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കലും അത്യാവശ്യമാണ്. ഒരുപാട് ആക്ടിവിറ്റീസുകളൊന്നും ചെയ്യാതെ ഒരു പരിപൂർണമായ ഒരു 2-3 ദിവസം എത്രയാണോ നമ്മൾ ചെയ്യുന്നത് അത്രയും ദിവസം വിശ്രമിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. അതെ, ഒരു മിനിമം ഒരു 7 ദിവസമെങ്കിലും നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ 15 ദിവസം 21 ദിവസം പോലെയുള്ള ചികിത്സകളും സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പം മിനിമം ഒരു 7 ദിവസമെങ്കിലും നമ്മൾ ചെയ്യാൻ ശീലിക്കണം. എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. അതെ അതെ. അതുപോലെ കർക്കിടക ചികിത്സ എല്ലാവർക്കും ഒരുപോലെയാണോ?
കുട്ടികൾക്കും മുതിർന്നവർക്കും സെയിം പ്രോസസ്സാണ്? അല്ലല്ല, ഓരോരുത്തരുടെ പ്രായം പരിഗണിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാറുണ്ട്, രോഗങ്ങൾ പരിഗണിക്കാറുണ്ട്. ഇതെല്ലാം കൂടെ പരിഗണിച്ചിട്ട് വേണം വിദഗ്ധനായ ഒരാൾ അത് എന്തൊക്കെ ചികിത്സകളാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. പലപ്പോഴും ഈ ആയുർവേദ നാച്ചുറോപ്പതി ചികിത്സയിൽ കർക്കിടക ചികിത്സയിലേക്ക് വരുന്ന ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര ദിവസത്തെ ഉഴിച്ചിൽ വേണം, ഞങ്ങൾക്ക് ഇത്ര ദിവസത്തെ ധാര വേണം. അങ്ങനെയല്ല, ഒരു വിദഗ്ധനായ ഒരാളുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടും പിന്നെ അയാളുടെ പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് വിദഗ്ധനായ ഒരാൾ തീരുമാനിച്ചിട്ട് വേണം ശരിക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇന്നൊരു ബിസിനസ് കൂടി അതിനകത്ത് വരുന്നത് കൊണ്ട് ഈ വരുന്ന കസ്റ്റമർ ശരിക്കും പേഷ്യൻ്റ് അല്ല, വരുന്നത് കസ്റ്റമർ ആയതുകൊണ്ട് അവരുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് പല ഡോക്ടേഴ്സും അതിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. ഒരാൾ അയാളുടെ രോഗത്തിൻ്റെ അനുസരിച്ച് അയാളുടെ ആരോഗ്യത്തിൻ്റെ ഇതനുസരിച്ചിട്ട് തീരുമാനിക്കുകയും അത് ചെയ്യാൻ അവരുടെ പണി വിട്ടുകൊടുക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. ഡോക്ടേഴ്സിന് ആയുർവേദ ഡോക്ടറായിരുന്നാലും നാച്ചുറോപ്പതി ഡോക്ടറായിരുന്നാലും അവർക്ക് അവരുടെ പണി യഥേഷ്ടം ചെയ്യാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചെയ്യാം. ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും ഈ ചികിത്സാ രീതികൾ ചെയ്യാം. അത് വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സകൾ ആകണം എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ചെയ്തു വരുന്നുണ്ട്. എല്ലാവർക്കും ചെയ്തു വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നുണ്ട് ആളുകൾ. വരുന്നുണ്ട്. അതെ. കർക്കിടക ചികിത്സയ്ക്ക് വേണ്ടി ഒരാൾ വരികയാണ്, സാർ പറഞ്ഞ പോലെ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ അത് ബിസിനസ് ആണല്ലോ. സോ ക്ലയന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ രീതി നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് മാനസിക നില ഒരു പ്രധാന ഘടകമാണ്. ഒരുപാട് ടെൻഷനൊക്കെ പിടിച്ച് വരുന്ന ആളുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ട്രീറ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാം ആൻഡ് ക്വൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ വേണം ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യാൻ. ഭക്ഷണം ഒരു മാസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഭക്ഷണം നിർബന്ധമായിട്ട് നമ്മൾ കഴിക്കാൻ ശീലിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ചികിത്സ ഒരു വഴിക്കും ഭക്ഷണം മറ്റൊരു വഴിക്കും പോകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് ചികിത്സയോടൊപ്പം സഞ്ചരിക്കണം. മനസ്സ് വേറൊരിടത്തും ചികിത്സ മറ്റൊരു സ്ഥലത്തും പാടില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗികൾക്കല്ല ചികിത്സ, ശരിക്കും രോഗം വരാതെ സംരക്ഷിക്കാനാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. അത്തരം ആളുകളാണ് കൂടുതലായിട്ട് കർക്കിടക ചികിത്സയിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും കണ്ടുവരുന്നത് രോഗം പിടിച്ച് വളരെ അവശരായ ആളുകളാണ് കർക്കിടക ചികിത്സയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് രോഗം വരാതിരിക്കാനുള്ള ഒരു പ്രിവെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളാണ് ഇതിനകത്തേക്ക് കൂടുതലും വരേണ്ടത്. കർക്കിടക മാസത്തിലെ ചികിത്സയും അതിൻ്റെ ചരിത്രവും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച തിരുവനന്തപുരം നവജീവൻ ഹോസ്പിറ്റലിലെ നാച്ചുറോപ്പതി ഡോക്ടറായ നിസാമുദ്ദീൻ സാറിന് വളരെയധികം നന്ദി പറയുന്നു. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.